ഇന്ന് ഈ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിൽ എത്തിയത് എനിക്ക് വലിയ നന്ദിയും ബഹുമാനത്തോടെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നത്. വിശ്വാസവും ഓർമ്മയുടെയും ഒരു സമയമാണ്. ഈ രൂപത വെറും 75 വർഷം ഒരു കാലണ്ടറിൻ്റെ ഡേറ്റിൽ നമ്മൾ ആഘോഷിക്കുക മാത്രമല്ല, പല വിധത്തിലും ഇതൊരു 75 വർഷത്തിൻ്റെ ഒരു തീർത്ഥാടനത്തിൻ്റെ ഒരു ദിനമാണ് എന്ന് ഓർക്കാനും ഒരു സംശയവുമില്ല. ഈ നാടിൽ നിങ്ങൾ ചെയ്ത ഭക്തിയും സേവനവും എല്ലാ വിധത്തിലും പ്രാർത്ഥനയും ത്യാഗവും കൃപയും ഒക്കെ കണ്ട ഈ കത്തീഡ്രലിൻ്റെ അകത്ത് നമ്മൾക്ക് കൂടി സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയതിന് എനിക്ക് പ്രത്യേകിച്ച് വലിയ സന്തോഷം. പല ഒരു വിധത്തിൽ ഈ ബൈബിളിൽ പറയുന്ന പ്രോമിസ് ലാൻഡ് പോലെ ഒരു സ്ഥലമാണല്ലോ നമ്മൾ കേരളത്തിൽ. ഒരു ദൈവിക കരുത്തൽ നിങ്ങൾ കിട്ടിയിട്ടുണ്ട്, മനുഷ്യൻ്റെ ഭക്തിയും ഇവിടെ ഉണ്ട്. എല്ലാ വിധത്തിലും ഒരു ഹരിത സങ്കേതമല്ലേ പാല. നല്ല മലകൾ, നദികൾ എല്ലാം അതിൻ്റെ ഇടയിൽ ഇവിടുത്തെ കൃപ, ഇവിടുത്തെ പാരമ്പര്യം, ഇവിടുത്തെ സമൃദ്ധി. ഒരു കാലത്ത് ബൈബിളിൽ കേനൻ എന്ന് പറഞ്ഞിട്ടായിരുന്നു ലാൻഡ് ഫ്ലോയിങ് വിത്ത് മിൽക്ക് ആൻഡ് ഹണി. ഇവിടെ പാലും തേനും ഒക്കെ ഉണ്ട്. പക്ഷെ അത് മാത്രമല്ലായിരുന്നു നിങ്ങൾക്കുള്ളത്. നിങ്ങളുടെ ഈ എല്ലാ വിധത്തിലും നിങ്ങൾ ഓരോരോ കാര്യം വളർത്തുന്ന ഭൂമി, നിങ്ങളുടെ എല്ലാ യോജിപ്പുള്ള സമുദായങ്ങൾ, നിങ്ങൾ ഈ 2000 വർഷം നമ്മളെ ഓർമ്മിപ്പിച്ച പോലെ 2000 വർഷമായിട്ട് ഈ നാട്ടിലൊരു ഡീപ്പ് റൂട്ടഡ് ഫെയ്ത്ത് ആയിട്ട് പാലയിൽ നമ്മൾ കുറേ വർഷങ്ങളായിട്ട് പവിത്രമായിട്ട് പാലയുടെ ഈ പവിത്രമായ പ്രാധാന്യം നമ്മൾക്ക് മനസ്സിലാക്കാനുള്ള ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ഒരു വിധത്തിലും നമ്മളുടെ ആലഞ്ചേരി പിതാവ് നമ്മളെ ഓർമ്മ വെച്ചതൊരു നേതാക്കളുടെ രൂപതം കൂടിയാണ്. ഈ നേതാക്കൾ കാണുന്നതും ഇതിൻ്റെ ഇടയിൽ വളരുന്നതും എന്തിൻ്റെ ഒപ്പമാണ്? പല വിധത്തിൽ പ്രകൃതിയുടെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ട്. അതിൻ്റെ ഒപ്പം സംസ്കാരത്തിൻ്റെ എല്ലാ സമ്പത്തും പാലക്കാർക്ക് അതിനിടയിൽ ജീവിക്കാനുള്ള ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാ വിധത്തിലും പാല ശരിക്ക് ഈ രൂപതയെ വളർത്താനുള്ള ഒരു ഐഡിയൽ ആൻഡ് ഒരു മാതൃക സ്ഥലമായിട്ടാണ് മാറിയിരിക്കുന്നത്. നമ്മളുടെ കലരങ്കാട്ട് പിതാവ് നമ്മളെ ഓർമ്മ വെച്ചു. ഈ പലരുടെ കൾച്ചർ എന്താണ്? ഇന്ത്യൻ ഇൻ കൾച്ചർ, ക്രിസ്ത്യൻ ഇൻ ഫെയ്ത്ത് ആൻഡ് ഓറിയന്റൽ ഇൻ വർഷിപ്പ്. ശരിക്ക് ഈ രൂപത ഇറ്റ്സ് എംബ്ലമാറ്റിക് ഓഫ് ദിസ് ട്രഡീഷൻ. ഈ പാരമ്പര്യത്തിൻ്റെ ഒരു പ്രതീകാത്മകമായ ഒരു സ്ഥലമാണ് പാല. ഞാൻ അഥവാ ഇംഗ്ലീഷിൽ 2 വാക്ക് പറയുകയാണെങ്കിൽ, ദി സിറോ മലബാർ ട്രഡിഷൻ which is so beautifully preserved here in this cathedral is both a relic and a revelation. The chant of ancient liturgy resonating in modern hearts, the smell of incense mingling with the scent of coconut and jasmine. It speaks to a Kerala where the ancient and the modern, the divine and the democratic walk hand in hand. അതാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ ഇടയിൽ നിൽക്കുമ്പോൾ ചിന്തിക്കുന്നത്. പക്ഷെ ഇത് നിങ്ങളുടെ ഭൂമി മാത്രമല്ല, നിങ്ങളുടെ പ്രതികരവും നമ്മൾ ആലോചിക്കണം. The promised land was not merely a destination, it was a covenant. ഒരു ഉടമ്പടിയായിരുന്നുവല്ലോ. A divine calling bound together by fidelity and responsibility. പാല ഇതൊക്കെ കണ്ടിട്ടുണ്ട്. 75 വർഷക്കാലം വിശ്വാസവും വിദ്യാഭ്യാസവും നിങ്ങൾ സേവനം ചെയ്തിട്ടുണ്ട്. ആരാധനയും സേവനങ്ങളും ഈ രൂപത ചെയ്തിട്ടുണ്ട്. ആത്മീയം സാമൂഹിക ബന്ധപ്പെട്ട കാര്യങ്ങളും നിങ്ങൾ ചെയ്തിട്ടുണ്ട്. പല വിധത്തിലും ഈ കത്തീഡ്രൽ ഒരു സിമ്പിളാണ്. ഇറ്റ്സ് എ കത്തീഡ്രൽ ഓഫ് ഫെയ്ത്ത് ആൻഡ് പല വിധത്തിൽ അനുകമ്പയുടെ ചില സ്ഥാപനങ്ങളാണ് നിങ്ങളിവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. The divine is not remote but immanent. It dwells not only in steeples and sanctuaries, but in every act of kindness, every prayer offered, every life dedicated to love and light. അപ്പോൾ ശരിക്കും ഈ 75 വർഷം നമ്മളിവിടെ ആഘോഷിക്കുമ്പോൾ ഇത് ഒരു തുറന്ന പുസ്തകം, കുറേ തവണ വായിച്ച പുസ്തകങ്ങൾ നമ്മൾ വീണ്ടും വായിക്കാനൊരു അവസരമായി കാണണ്ട. ഇതിൻ്റെ ഒപ്പം
ഓഫ് കോഴ്സ് നിങ്ങളുടെ ഗോസ്പലിൻ്റെ ഫ്രേഗ്രൻസ്, ഈ സുവിശേഷത്തിൻ്റെ സുഗന്ധം പാലിയിൽ എപ്പോഴുമുണ്ട്. അത് ഈ രൂപതയിൽ നിന്ന് വരുന്ന ഒരു സുഗന്ധമാണ്. It is in many ways to listen to the silent echoes of the uncountable masses said in whispered Latin or chanted Syriac, of rosaries clutched by calloused hands, of children taught not just arithmetic but the art of compassion. ആ വിശ്വാസം വിദ്യാഭ്യാസത്തിൻ്റെ ഒപ്പം നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എത്ര തലമുറയ്ക്ക്. 1950 ഈ എപ്പാർക്കി സ്ഥാപിച്ചപ്പോൾ വെറും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് റീഓർഗനൈസേഷൻ മാത്രമായിട്ട് കാണാൻ പാടില്ല. ഇറ്റ് വാസ് എൻ ആക്ട് ഓഫ് ഫെയ്ത്ത്, an expression of hope and a promise to serve. അതാണ് എല്ലാം നിങ്ങൾ ചെയ്തത്. ആ സേവനം നിങ്ങൾ ഈ 75 വർഷം 171 പാരിഷിലും 500 അച്ഛന്മാർ ഈ എല്ലാ കാലത്തും ഉണ്ടായിട്ടും എത്ര കോൺസെൻട്രേറ്റഡ് men and women in your service. അവർ പുരുഷനെ ഒരു മതിലിൽ ഒരു വാതിലിൽ മാത്രമല്ല, അവർ ഹൃദയത്തിലും അവരുടെ ജീവിതത്തിലും മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ ഈ സമയത്ത് the church has a role, I believe, as a custodian of conscience. നമ്മൾക്ക് പല വിധത്തിലും ഈ ലോകം അതിവേഗം നടക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലം, നമ്മൾ ഇൻ്റർനെറ്റ് മൊബൈൽ ഫോണിലൊക്കെ കാണുന്ന മാറ്റങ്ങൾ. പക്ഷേ നമ്മളുടെ ഹൃദയവും നമ്മുടെ ആത്മാവും എവിടെയാണ് മറന്നുപോയിരിക്കുന്നത് ഈ വേഗത്തിൽ? അതിൻ്റെ അപ്പോഴാണ്, ആ സമയത്താണ് ഈ രൂപതയുടെ വില നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു സംശയവും വേണ്ട, ഒരു പവിത്രമായ തുടർച്ച ഈ 75 വർഷം ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് നമ്മൾ കാണും. ഇനി വരാൻ പോകുന്ന 75 വർഷയിൽ ഈ തുടർച്ച അത്യാവശ്യമാണ്. For what is a church if it is not a custodian of conscience, a sanctuary of the soul and a citadel of charity? നിങ്ങളെല്ലാവരും, അത് ക്ലാസ് റൂമിലായാലോ ക്ലിനിക്കിലായാലോ അനാഥയിലായാലോ അതോ ഓൾഡ് ഏജ് ഹോമിലായാലോ ഗ്രാമത്തിലോ അതോ നഗരത്തിലോ, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം വെറും ഒരു മനുഷ്യനെ ദൈവത്തിൻ്റെ അടുത്ത് കൊണ്ടുവരുന്നത് മാത്രമല്ല, ഇതിൻ്റെ ഒപ്പം സാമൂഹ്യത്തിനെ നന്നാക്കലും സാമൂഹ്യത്തിൽ മാറ്റം കൊണ്ടുവരുന്നതാണ്. You have been the unsung architects of human dignity, reminding us that service is the highest form of worship. പ്രാർത്ഥനയും കാട്ടും ശരിക്കും സേവനം ആണ് മനുഷ്യനെ നന്നാക്കാൻ സാധിക്കും. എനിക്കൊരു സംശയവുമില്ലാതെ നിങ്ങളുടെ ഈ രൂപത, through every catechist, through every school principal, every selfless nun, അവിടെ സിസ്റ്റർമാരെ ഇരിക്കുമ്പോൾ കാണുകയാണ്, you have all been a sacred link in God's purpose. അത് വിദേശ പള്ളിയല്ല, ഈ നാടിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ കേട്ട് കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു ഇൻഡിസ്പെൻസിബിൾ ഭാഗമായിട്ട് ഞാൻ കാണുന്നു. നമ്മളുടെ കേരളത്തിൽ, നമ്മളുടെ ഭാരതത്തിൻ്റെ ഒരു ശക്തി, ഒരു ബലമായിരുന്നു. നമ്മൾ ഓരോരോ മതത്തിനെ വെറും സഹിഷ്ണുത മാത്രമല്ല സ്വീകാര്യതയാണ് നമ്മൾ കാണിച്ചിട്ടുണ്ടായത്. ഇന്ന് കേട്ട ഈ അൺഫോർച്ചുനേറ്റ് എപ്പിസോഡ്, ഈ അറസ്റ്റും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇതിനെതിരെ അഫ്കോഴ്സ് നമ്മൾ ശക്തമായി നിൽക്കണം. എല്ലാ രാഷ്ട്രീയക്കാർക്കും ഒരു ഉത്തരവാദിത്വമുണ്ട്. ആ സ്വീകാര്യതയെ ഒരിക്കലും മറക്കാൻ സമ്മതിക്കരുത് നമ്മുടെ രാഷ്ട്രീയ മേഖലയിൽ. പക്ഷെ അതിൻ്റെ ഒപ്പം നമ്മൾക്ക് കുറച്ച് ആഘോഷിക്കാനുമുണ്ടല്ലോ. ഈ കേരളത്തിൽ പള്ളികളും മസ്ജിദുകളും ക്ഷേത്രങ്ങളും ഒക്കെ ഒരു ദൈവിക കവിതയുടെ വാക്യങ്ങൾ പോലെയല്ലേ വളർന്നിരിക്കുന്നത് ഈ സംസ്ഥാനത്ത്. അതിനെ നമ്മൾ സംരക്ഷിക്കണ്ടേ? സെന്റ് തോമസ് ഇവിടെ വെച്ച വിത്തിന് ഒരു സംശയവുമില്ലാതെ വലിയൊരു മരമാക്കി നിങ്ങൾ വളർത്തിയിട്ട് 2000 വർഷക്കാലം അതിൻ്റെ ഫലവും അതിൻ്റെ തണലും എല്ലാവർക്കും നിങ്ങൾ കൊടുത്തിട്ടുണ്ട്, കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യണം. അപ്പോൾ ബുക്ക് ഓഫ് ലെവിറ്റിക്കസിൽ പറയുന്നു, ജൂബിലീസ് ആർ ടൈംസ് ഓഫ് ലിബറേഷൻ, റെക്കൺസിലിയേഷൻ ആൻഡ് റിന്യൂവൽ. അപ്പോൾ ഈ ജൂബിലിയും അതുപോലെ ആവട്ടെ. നമുക്ക് വെറും 75 വർഷത്തെ ചരിത്രം മാത്രം നോക്കിയാൽ പോലെ. We must not just look back in pride, but look forward in faith and hope. ഈ അടുത്ത 75 വർഷത്തിൻ്റെ കണ്ടിന്യൂഡ് തുടർച്ച, നിങ്ങളുടെ സേവനം, ഈ പ്രത്യാശയോടെ നമ്മൾ മുന്നോട്ട് പോട്ടെ. ഇവിടെ ഇരിക്കുന്ന യുവാക്കൾ, പ്രത്യേകിച്ച് ദി യൂത്ത് ഓഫ് ദ രൂപത, നിങ്ങളോട് ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ.
let your faith not be ornamental but operational. In a world seduced by easy criticism and easy cynicism, you are called to embody courageous compassion. എല്ലാവർക്കും അറിയാം, ഫോണിൽ നിറയെ ഇൻഫർമേഷൻ ഉണ്ട്. പക്ഷേ എലിയറ്റ് ചോദിച്ച പോലെ, in all this information, where is knowledge? And in all this knowledge, where is wisdom? And in all this wisdom, where is truth and kindness? ആ സത്യം, ആ സ്നേഹം, അതാണ് രൂപത നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത്. അത് ഈ സാമൂഹ്യത്തിലും ഈ രാഷ്ട്ര ലോകത്തിലും നമ്മൾക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. Faith is not just in hymns and prayers. It must echo in the corridors of justice. It must ring in the halls of politics and policy. It must shine in the marketplace of ideas. അപ്പോൾ എനിക്ക് എപ്പോഴും ഒറ്റ ചോദ്യമേ ചോദിക്കാനുള്ളൂ നിങ്ങളുടെ ഇടയിൽ നിന്നിട്ട്, ഒരു രാഷ്ട്രീയക്കാരന് എന്താണ് ഒരു മതത്തിൻ്റെ റോൾ ഒരു സാമൂഹ്യത്തിൽ, ഒരു ജനാധിപത്യത്തിൽ? ഇറ്റ് ഈസ് നോട്ട് പവർ. നേതാക്കളുടെ രൂപത തന്നെയാണ്, സമ്മതിച്ചു. പക്ഷേ ആ പവർ മാത്രമല്ല, പ്രോഗ്രസും കൂടി മാത്രമല്ല, ഇറ്റ് ഈസ് ദി ഇൻവിസിബിൾ ആർക്കിടെക്ചർ ഓഫ് വാല്യൂസ്. മൂല്യങ്ങളുടെ ഒരു വാസ്തുവിദ്യയാണ് നമ്മൾക്ക് വേണ്ടത്. അതിൽ എന്താണ് സത്യം, ന്യായം, കരുണ, പ്രത്യാശ, ഇതൊക്കെയാണ് നമ്മൾ ഈ കത്തീഡ്രലിൻ്റെ അകത്ത് കാണുന്നതും നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും. ഈ 75 വർഷത്തിൽ നിങ്ങൾ ഈ ആർക്കിടെക്ചർ ഓഫ് വാല്യൂസ് കിട്ടിയതിന് ഞാൻ ഒരു മലയാളിയായിട്ട് നന്ദി പറയട്ടെ. നിങ്ങൾ ഓരോരോ കല്ല് മാത്രമല്ല കിട്ടിയിരിക്കുന്നത്, ഓരോരോ ആത്മാവിനെ നിങ്ങൾ കെട്ടിയിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ആ നന്ദി കടപ്പാട് എല്ലാ മതത്തിൻ്റെ മലയാളികൾക്ക് നിങ്ങളുടെ ഒപ്പം ഉണ്ടാവണം. ഈ വരാൻ പോകുന്ന 75 വർഷം ഹൃദയം നിറഞ്ഞ ആശംസ ഞാൻ തരട്ടെ. നിങ്ങളെല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടെ ഇനിയും പല ഹൃദയത്തിലും മനസ്സിലും സ്പർശിച്ചിട്ട് മാറ്റങ്ങളും ഒരു പുരോഗതിയും കേരളത്തിൽ കൊണ്ടുവരട്ടെ. പ്രാർത്ഥനയോടെ എൻ്റെ വാക്ക് നിർത്തുന്നു. ജയ് ഹിന്ദ്.